ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വാഷിംഗ്ടണിനെയും പാശ്ചാത്യ ലോകത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു പുതിയ യുദ്ധച്ചേരി ശക്തി പ്രാപിക്കുകയാണ്. ഭൂമിയിലെ ഏറ്റവും കടുത്ത അറ്റോമിക് ഭീഷണിയായ ഉത്തര കൊറിയയും ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയായ റഷ്യയും പരസ്പരം കൈകോർക്കുമ്പോൾ അത് വെറുമൊരു യുദ്ധതന്ത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിനു മേലുതിർക്കുന്ന അതിശക്തമായ വെല്ലുവിളിയാണ്. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ വിരിയുന്നത് വെറുമൊരു പ്രാദേശിക പോരാട്ടമല്ല, അമേരിക്കൻ സാമ്രാജ്യത്തിനും അവരുടെ സഖ്യകക്ഷിയായ നാറ്റോയ്ക്കുമെതിരെയുള്ള അച്ചുതണ്ട് ശക്തികളുടെ കൃത്യമായ കോപ്പുകെട്ടലാണ് നാം അവിടെ കാണുന്നത്. യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം ഇതുവരെ ലോകം കാണാത്ത ഭയാനകമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പടിഞ്ഞാറൻ റഷ്യയിൽ അമേരിക്കയുടെ കണ്ണുകൾ എത്തുന്നത്ര അടുത്ത് ഉത്തര കൊറിയയുടെ സ്വന്തം മിസൈൽ യൂണിറ്റുകളെ വിന്യസിക്കാനുള്ള നീക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം റഷ്യയിലെ വൊറോനെഷ് മേഖലയിലുള്ള 112ാമത് മിസൈൽ ബ്രിഗേഡിനുള്ളിൽ ഉത്തര കൊറിയക്കാർക്കായി ഒരു പ്രത്യേക സൈനിക താവളം തന്നെ ഒരുങ്ങുകയാണ്. ഇത് അമേരിക്കയ്ക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. വൻകരകൾ താണ്ടാൻ ശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഉത്തര കൊറിയയുടെ ഏകദേശം 90ഓളം സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ കേന്ദ്രത്തിൽ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇവർ വെറുമൊരു കാഴ്ചക്കാരോ ഉപദേഷ്ടാക്കളോ ആയിരിക്കില്ല. റഷ്യൻ മണ്ണിലിരുന്ന് സാങ്കേതിക സഹായങ്ങൾ നൽകാനും ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ട് നിയന്ത്രിക്കാനും പരിശീലനം നൽകാനും ഇവരെത്തുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ കാറ്റിൽ പറത്താൻ 120 ബാലിസ്റ്റിക് മിസൈലുകളും 6 കൂറ്റൻ ലോഞ്ചറുകളുമാണ് ഇവിടെ സജ്ജമാക്കാൻ റഷ്യ പദ്ധതിയിടുന്നത്. KN-23, KN-24 എന്നീ വിനാശകാരികളായ ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ബാച്ച് ഇതിനകം തന്നെ റഷ്യൻ അതിർത്തികളിൽ എത്തിക്കഴിഞ്ഞു. ഈ വരുന്ന മാസം നടക്കാനിരിക്കുന്ന റഷ്യ ഉത്തര കൊറിയ ഉന്നതതല യോഗത്തിന് ശേഷം ഈ ക്രൂരമായ കൂട്ടുകെട്ടിന്റെ അന്തിമ രൂപരേഖ തയ്യാറാകും. അമേരിക്കൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് യുക്രൈന്റെ ഏക ആശ്വാസം. എന്നാൽ തന്ത്രപ്രധാനമായ ചില മേഖലകളിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് ഈ സിസ്റ്റങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. പാശ്ചാത്യ പ്രതിരോധത്തിന്റെ ഈ ദൗർബല്യം കൃത്യമായി മനസ്സിലാക്കിയാണ് റഷ്യ ഉത്തര കൊറിയൻ മിസൈലുകളെ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കുന്നത്. റഷ്യയുടെ സ്വന്തം ഇസ്കാൻഡർ മിസൈലുകളേക്കാൾ കൂടുതൽ ദൂരപരിധിയും കൂടുതൽ ഭാരമേറിയ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുള്ളവയാണ് കിം ജോങ് ഉന്നിന്റെ ഈ KN മിസൈലുകൾ. ഇവ കൃത്യത കുറഞ്ഞവയാണെന്നത് യുദ്ധരംഗത്ത് ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. റോബ്ലിയെ പോലുള്ള അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യൻ പക്കൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം പെരുകുമ്പോൾ കീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ ചാരമാകുമെന്നാണ്. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന ശൈത്യകാലത്ത് യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളും പവർ ഗ്രിഡുകളും തകർത്തുകൊണ്ട് ജനങ്ങളെ കടും തണുപ്പിലേക്ക് തള്ളിയിടാൻ ഈ സഖ്യത്തിന് സാധിക്കും. അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ പോലും ഈ വിനാശത്തിന് മുന്നിൽ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരും. ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസിനും വൈറ്റ് ഹൗസിനും കൃത്യമായ വിവരമുണ്ടായിരുന്നു. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും വൈറ്റ് ഹൗസും ഇപ്പോൾ പുലർത്തുന്ന മൗനം അവരുടെ ഉള്ളിലെ ഭയത്തിന്റെയും ആശങ്കയുടെയും വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും ന്യൂയോർക്കിലെ ഉത്തര കൊറിയൻ ദൗത്യവും ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന വിവരങ്ങൾ പാശ്ചാത്യ ലോകത്തിന്റെ ഉറക്കം കെടുത്താൻ പോകുന്നതാണ്. 2022-ൽ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തര കൊറിയ റഷ്യയുടെ ഏറ്റവും അടുത്ത പങ്കാളിയായി മാറി. 2024-ൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച പരസ്പര പ്രതിരോധ കരാറോടെ ഇതിന് ഔദ്യോഗിക മുദ്ര പതിഞ്ഞു. ദശലക്ഷക്കണക്കിന് പീരങ്കി ഷെല്ലുകളാണ് ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലെത്തുന്നത്. അത് മാത്രമല്ല, കുക്സ് മേഖലയിലെ ഏകദേശം 14,000 ഉത്തര കൊറിയൻ പടയാളികളെ അയച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ അവർ നേരിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തി. നിലവിൽ 9,500ഓളം ഉത്തര കൊറിയൻ സൈനികർ യുദ്ധസജ്ജരായി അവിടെ തുടരുന്നുണ്ട്. 30,000 സൈനികരെ കൂടി എത്തിക്കാൻ പുടിനും കിമ്മും തമ്മിൽ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മധ്യ യുക്രൈനിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വീണ ഉത്തര കൊറിയൻ മിസൈൽ ഒരേ കുടുംബത്തിലെ 5 നിരപരാധികളുടെ ജീവനാണ് എടുത്തത്. ക്രൂരവും കൃത്യതയില്ലാത്തതുമായ ഇത്തരം ആക്രമണങ്ങളിലൂടെ ജനങ്ങളിൽ ഭീതി വിതയ്ക്കാനാണ് ഈ സഖ്യം ശ്രമിക്കുന്നത്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഈ രഹസ്യബന്ധം ഇനി വെറുമൊരു ആയുധ കച്ചവടമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിനെതിരെയുള്ള തുറന്ന സൈനിക സഖ്യമാണ്. മിസൈലുകൾ കൈമാറുന്നതിൽ നിന്ന് തുടങ്ങി സൈനികരെ നേരിട്ട് ഭൂമിയിലിറക്കുന്ന ഈ തന്ത്രം യുക്രൈൻ യുദ്ധത്തിന്റെ ഭൂപടം തന്നെ മാറ്റിയെഴുതുകയാണ്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നിർമ്മിച്ചുയർത്തിയ ലോകക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വോൾഗയുടെ തീരങ്ങളിലും പോങ്യോങ്ങിന്റെ തെരുവുകളിലും ഒരു പുതിയ യുദ്ധത്തിന്റെ ഭീകരമായ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു.